ചേച്ചി, ഇന്നെന്തായാലും ലോട്ടറിയാണ്. ആള് റിച്ചാണ്. നല്ലോണം ഒന്ന് സുഖിപ്പിച്ചാൽ ചോദിക്കുന്ന കാശ് കയ്യിൽ കിട്ടും. സന്തോഷ് പറഞ്ഞത് കേട്ട് ആ ആഡംബര വില്ലയിലേക്ക് മിഴിച്ചിമ്മാതെ നോക്കി നിന്നു ദേവി. എടാ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കാശുകാരനായ ഒരാള് എന്നെപ്പോലെ ഒരുത്തിയെ അന്തി ഉറങ്ങാൻ കൂട്ടിന് വിളിക്കുവോ? ഇങ്ങേര് വിചാരിച്ചാൽ ആരെ വേണേലും കിട്ടില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ചേച്ചി. ഇങ്ങേർക്ക് ചിലപ്പോൾ സാധാരണക്കാരെയാകും പ്രിയം. എന്തായാലും ചേച്ചിക്ക് ഗുണമുണ്ടായല്ലോ, അത് മതി. സന്തോഷ് ഓട്ടോ ഓഫ് ചെയ്ത് പുറത്തേക്കിറങ്ങി. ചേച്ചി വേഗം അകത്തേക്ക് ചെല്ല്, ആള് കാത്തിരിക്കാവും. ഞാൻ ഈ പരിസരത്ത് തന്നെ കാണും. വെളുപ്പിന് ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി. മറുപടി പറഞ്ഞില്ല ദേവി. അറച്ചറച്ചവൾ പതിയെ ആ വീടിനുള്ളിലേക്ക് കയറി. ചുറ്റുമതിലിനുള്ളിൽ വലിയൊരു ആഡംബരമില്ല. പതിയെ ഉള്ളിലെ ഹാളിലേക്ക് ചെല്ലവേ അവിടെ അവൾ ഒരാളെ കണ്ടു. മദ്യപിച്ച അവശനായി സെറ്റിയിൽ ചാഞ്ഞു കിടക്കുന്ന ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന ഒരു സുമുഖൻ. കണ്ട മാത്രയിൽ തന്നെ തൻ്റെ ഇന്നത്തെ യജമാനനാണ് അയാളെന്ന് ഉറപ്പിച്ചു ദേവി. പതിയെ ചുവടുകൾ വെച്ച് അവൾ അവനരികിലെത്തി. സാറേ. വിളി കേട്ട് ഞെട്ടലോടെ തല ഉയർത്തി അവൻ. കൺമുന്നിൽ ദേവിയെ കണ്ട് ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കിയിരുന്നു. പെട്ടെന്ന് ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ദേവി അല്ലേ? ആ ചോദ്യം കേട്ടപാടെ ഒന്ന് പുഞ്ചിരിച്ചു ദേവി. അതെ. ആ മറുപടി കേട്ട് പതിയെ എഴുന്നേറ്റു അവൻ. മദ്യലഹരിയിൽ കാലുകൾ നിലത്തേക്ക് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ദേവി ഇരിക്ക്. അത്രയും പറഞ്ഞുകൊണ്ടവൻ പതിയെ തിരിഞ്ഞ് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. ദൈവമേ, ആള് നല്ലോണം മദ്യപിച്ചിട്ടുണ്ടല്ലോ. ഇതിനി എന്താകോ എന്തോ. ഉള്ളിൽ ചെറിയ ഭയത്തിൽ ചുറ്റും നോക്കി ദേവി. അത്രയും വലിയ വീടിനുള്ളിൽ എന്തെന്നില്ലാത്ത ഭീതി അവളെ പിടികൂടിയിരുന്നു അപ്പോൾ. അല്പസമയം കഴിയവേ ആ ചെറുപ്പക്കാരൻ പതിയെ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ഉച്ച തൊട്ട് തുടങ്ങി ആടിയ നല്ല ഫിറ്റായിപ്പോയി. മുഖം കഴുകി തുടച്ചുകൊണ്ടാണവൻ ദേവിക്ക് അരികിലേക്ക് എത്തിയത്. ദേവി ഇരിക്ക്. എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയ്. അവൻ സെറ്റിയിലേക്കിരിക്കവേ പിന്നാലെ അരികിലായിരുന്നു ദേവി. എൻ്റെ പേര് ആനന്ദ്. ഇവിടെ കുറച്ച് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. മാരീഡാണ്. കുട്ടികളൊന്നുമില്ല. ദേവിയുടെ ചില വിശേഷങ്ങളൊക്കെ സന്തോഷ് പറഞ്ഞ് കുഞ്ഞിന് എന്തോ സുഖമില്ല എന്ന് കേട്ടു. എന്താ, ഹാർട്ടിനാണോ പ്രശ്നം? ആ ചോദ്യം ഒറ്റ നിമിഷത്തിൽ ദേവിയുടെ മുഖത്തേക്ക് വിഷാദം പടർത്തി. അതെ സർ, ജന്മനാ ഉള്ള തകരാറാണ്. ഒരു സർജറി വേണം. ഏകദേശം 3 ലക്ഷം രൂപയോളം വേണം. അതിന് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? കെട്ടിയോ മരിച്ചു പോയതാ. പിന്നെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ കണ്ടെത്തിയ വഴിയാണിത്. നല്ല വഴി. പുച്ഛത്തോടെ സെറ്റിയിലേക്ക് ചാരി ആനന്ദ്. നമ്മൾ ഇന്നത്തെ രാത്രി പറഞ്ഞുറപ്പിച്ചേക്കുന്നത് 3000 രൂപയ്ക്കാണ്. അതിലെത്ര നിനക്ക് കിട്ടും? ആ ചോദ്യം കേട്ടിട്ടും മറുപടി പറയാതെ മൗനമായി ദേവി. ഹാ, പറയ് ദേവി. ആ സന്തോഷം എന്തായാലും കമ്മീഷൻ എടുക്കുമെന്ന് എനിക്കറിയാം. അതെത്രയെന്നാ ചോദിച്ചത്? അത് 1000 അവനെടുക്കും, 2000 എനിക്ക്. ദേവിയുടെ മറുപടി കേട്ട് പൊട്ടിച്ചിരിച്ചുപോയി ആനന്ദ്. ഹാ, ഒരു രാത്രി ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ രൂപ 2000 കയ്യിൽ. കൊള്ളാം. ഈ ജോലി എന്തായാലും കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ടവൻ പതിയെ എഴുന്നേറ്റു. ശേഷം പുഞ്ചിരിയോടെ മുറിയിലേക്ക് നടന്നു. ഒന്നും മനസ്സിലാകാതെ പതർച്ചയിൽ നോക്കിയിരുന്നു പോയി ദേവിയപ്പോൾ. ഒപ്പം അന്തി ഉറങ്ങാൻ വിളിച്ചവൻ കണക്കുകൾ ചോദിച്ചും കഥകൾ പറഞ്ഞുമിരിക്കുന്നു. എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നത് മനസ്സിലാകാത്തതിനാൽ തന്നെ ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നി അവൾക്ക്. അല്പം കഴിയവേ മുറി വിട്ട് പുറത്തേക്ക് വന്നു ആനന്ദ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. ദേവിയുടെ അരികിലേക്കെത്തി ആ കവർ അവളുടെ കയ്യിൽ ബലമായി വെച്ചുകൊടുത്തു അവൻ. പെട്ടെന്ന് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് പോയി അവൾ. എന്താ സാർ ഇത്? മറുപടി പറയാതെ ബലമായി അവളെ തിരികെ പിടിച്ച് സെറ്റിയിലേക്കിരുത്തി ആനന്ദ്. ഇത് കുറച്ച് കാശാണ്. 5 ലക്ഷം രൂപ വരും. 3 അല്ലേ മോൻ്റെ സർജറിക്ക് വേണ്ടത്? ബാക്കി വെച്ച് നീ എന്തേലും ഒരു ചെറിയ ബിസിനസ്സോ മറ്റോ തുടങ്ങി ജീവിക്കാൻ നോക്ക്. ഈ പണി നിങ്ങൾക്കൊന്നും പറ്റിയതല്ല. ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആനന്ദിൻ്റെ മറുപടി. കണ്ടിട്ട് 5 മിനിറ്റുകൾ മാത്രം കഴിയവേ രൂപ 5 ലക്ഷം കയ്യിൽ. സാർ, എന്താ ഇത്? ഇത്രയും കാശ്? ആശ്ചര്യത്തിലും ഉള്ളിലുണ്ടായ അമിതമായ സന്തോഷത്തിലും അറിയാതെ ദേവിയുടെ മിഴികൾ തുളുമ്പിപ്പോയി. അത് കണ്ടിട്ട് പതിയെ ഒന്ന് നെടുവേർപ്പെട്ടു ആനന്ദ്. ഓരോ മാസത്തിലും ഇതിൻ്റെ ഇരട്ടി ഞാൻ കൂത്താടി തീർത്തിട്ടുണ്ട്. കള്ളും ചീട്ടുകളിയും അങ്ങനെ. ആ കാശൊക്കെ ഉണ്ടായിരുന്നില്ല എത്ര പാവങ്ങൾക്ക് ആശ്വാസമായേനെ. ഒക്കെ എൻ്റെ അഹങ്കാരം. ദൈവം ആ അഹങ്കാരത്തിനുള്ളത് തന്നു. എന്തായാലും നീ മോനുമായി സുഖമായി ജീവിക്കണം. സംശയിക്കേണ്ട, കള്ളപ്പണമൊന്നുമല്ല ഇത്. നിനക്ക് ദോഷമാകില്ല.
ഒന്നും മനസ്സിലാകാതെ നിറമിഴികളോടെ അതിശയത്തിൽ തന്നെ നോക്കി ദേവിയിരുന്നു. എടോ, തൻ്റെ ഒപ്പം കിടക്കാൻ പൂതി മൂത്തിട്ടൊന്നുമല്ല ഞാനിവിടെ വിളിപ്പിച്ചത്. താനിവിടെ ഇരിക്കണം ഒരു 2 മണിക്കൂറെങ്കിലും, എന്നിട്ട് തിരിച്ചു പൊയ്ക്കോ. അത്രമാത്രം ചെയ്താൽ മതി എനിക്ക് വേണ്ടി. താൻ വരുന്നതും തിരികെ പോണതും പുറത്തുള്ള ആ ക്യാമറയിൽ കിട്ടണം. അതാണ് എൻ്റെ ആവശ്യം. ആ വാക്കുകൾ കേൾക്കെ ദേവിയുടെ നെറ്റി ചുളിഞ്ഞു. വെറുതെ ഇരിക്കാനോ? അതെന്തിനാ? എന്താ ഇങ്ങനെ? എന്താ സാറിൻ്റെ ഉദ്ദേശം? വന്നപാടെ ഇത്രയും കാശ്, പിന്നെ ദേ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് പോകാൻ? സത്യം പറയ്, സാർ എന്തിനാ എന്നെ ഇന്നിവിടെ വിളിപ്പിച്ചത്? സംശയത്തിൽ അവൾ ചോദിക്കുമ്പോൾ പതിയെ എഴുന്നേറ്റു ആനന്ദ്. അതങ്ങനെയാണ് ദേവി. ചില കാര്യങ്ങൾ അറിയേണ്ടാത്തതാണെങ്കിൽ പിന്നെ അതറിയാനായി വാശി പിടിക്കരുത്. ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട, താൻ പറഞ്ഞതനുസരിച്ചാൽ മതി. എനിക്ക് നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. 2 മണിക്കൂറുകൾ കഴിഞ്ഞ് താൻ പൊയ്ക്കോ. അത്രയും പറഞ്ഞ് ആനന്ദ് മുറിയിലേക്ക് പോകവേ ഒന്നും മനസ്സിലാകാതെ പകപ്പോടെ നോക്കിയിരുന്നു ദേവി. എത്ര ആലോചിച്ചിട്ടും ഈ സംഭവിക്കുന്നതൊന്നും എന്തിനു വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആ സമയം കയ്യിലിരിക്കുന്ന കവറിലെ കാശ് കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്ത ആനന്ദം തോന്നി. അവൾക്ക് മകന്റെ ചികിത്സ തന്നെയായിരുന്നു അവളുടെ ജീവിത ലക്ഷ്യം. അത് നിറവേറ്റാൻ പോകുന്നതോർക്കവേ ഉള്ളാലെ പൊട്ടിക്കരഞ്ഞുപോയി ദേവി. ഉള്ളിലെ ഭയങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറം ആനന്ദിനോടുള്ള നന്ദി അതെങ്ങനെ പ്രകടമാക്കണമെന്നത് അപ്പോഴും അവൾക്കറിയില്ലായിരുന്നു. എങ്കിലും അവനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നത് ഊഹിച്ചു അവൾ വെറുതെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടേൽ അതിനും തക്കതായ കാരണമുണ്ടാകും. സമയം പിന്നെയും നീങ്ങി. ഏകദേശം 2 മണിക്കൂറുകൾ കഴിയവേ പതിയെ എഴുന്നേറ്റ് ദേവി അകത്തെ മുറിയിലേക്ക് നോക്കുമ്പോൾ ആനന്ദ് നല്ല ഉറക്കത്തിലായിരുന്നു. അവനെ ശല്യം ചെയ്യാൻ തോന്നിയില്ല അവൾക്ക്. പതിയെ അവൾ പുറത്തേക്ക് നടന്നു. ചേച്ചി, എന്താ പെട്ടെന്ന്? അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓട്ടോയിൽ ഉറക്കമായിരുന്ന സന്തോഷ് ഞെട്ടിയുണർന്ന് ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയില്ലായിരുന്നു അവൾക്ക്. അങ്ങേരടിച്ച പൂസായിരുന്നു, ഇപ്പോൾ ഉറക്കമായി, അതാ ഞാൻ തിരിച്ചു പോന്നേ. മറുപടി പറഞ്ഞുകൊണ്ടവൾ ഓട്ടോയിലേക്ക് കയറി. കാര്യമായി എന്തോ തടഞ്ഞല്ലോ, കയ്യിലൊരു കവറൊക്കെ. സന്തോഷിന്റെ വാക്കുകൾ ശ്രവിച്ചില്ല ദേവി. അവളുടെ ഉള്ളിലപ്പോൾ ആനന്ദിനെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങളായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ആനന്ദ് നൽകിയ കാശുകൊണ്ട് മോന്റെ സർജറി വേഗത്തിൽ നടന്നു. കയ്യിലുള്ള ബാക്കി ക്യാഷ് വെച്ച് ഒരു ചെറിയ ചായക്കട തുടങ്ങാൻ തീരുമാനിച്ചു ദേവി. അന്നത്തെ ദിവസത്തിനു ശേഷം പിന്നെ അവൾ തന്റെ ശരീരം മറ്റാർക്കും പണയം വെച്ചിട്ടില്ല. പലപ്പോഴും ആനന്ദിന്റെ വലിയ വീടിനു മുന്നിൽ ചുറ്റിപ്പറ്റി കറങ്ങി അവൾ ആ വീട് അടഞ്ഞുകിടക്കുകയാണെന്ന് മാത്രം മനസ്സിലാക്കി. പിന്നെ ഈ നാളുകൾ ഏറെ കഴിഞ്ഞു. മകൻ ഇപ്പോൾ ആരോഗ്യവാനായി വരുന്നു. ചായക്കട വലിയ വിജയമായി. അത്യാവശ്യം നല്ലൊരു വരുമാനമായി ദേവിക്ക്. അങ്ങനെയിരിക്കെ വളരെ യാദൃച്ഛികമായ ഒരു ദിവസം പലഹാരങ്ങൾ പൊതിയാനെടുത്ത ന്യൂസ് പേപ്പർ തുണ്ടിലെ ഒരു വാർത്ത അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വ്യവസായ പ്രമുഖൻ ആനന്ദ് മേനോൻ ആത്മഹത്യ ചെയ്തു. ഭാര്യയുമായി വിവാഹബന്ധം വേർപെട്ട ശേഷം ബാംഗ്ലൂരിൽ ക്യാൻസർ രോഗത്തിനടിമപ്പെട്ട് ചികിത്സയിലായിരുന്നു അദ്ദേഹം. മൃതദേഹം ബാംഗ്ലൂരിൽ തന്നെ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ദേവിയെ അടിമുടി നടുക്കിയ വാർത്തയായിരുന്നു അത്. ആകെ വിറങ്ങലിച്ചു പോയി അവൾ. കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാൾ, നന്മ മാത്രം ഉണ്ടാകാൻ ഒരുപാട് പ്രാർത്ഥിച്ച ആൾ, ആ മനുഷ്യൻ ഇല്ലാണ്ടായിരിക്കുന്നു. വളരെയേറെ ദിവസങ്ങൾക്ക് മുന്നേയുള്ള പേപ്പർ കട്ടിംഗ് ആയിരുന്നു അത്. ക്യാൻസർ രോഗം, ഡിവോഴ്സ്. മനസ്സിലാ വാക്കുകൾ ഉരുവിടുമ്പോൾ അന്ന് തനിക്കുണ്ടായ അനുഭവത്തിന്റെ യാഥാർത്ഥ്യം ഊഹിച്ചു അവൾ. ഒരുപക്ഷെ രോഗബാധിതനായ വിവരം ഭാര്യയെ അറിയിച്ച് വിഷമിപ്പിക്കാതെ അവരിൽ നിന്നും അകന്ന് വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അവർക്ക് മറ്റൊരു ജീവിതം ഉണ്ടാക്കിക്കൊടുക്കാനായി ഒരു പരസ്ത്രീ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാകുമോ തന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചത്? ആ സംശയം മാത്രം അവളുടെ ഉള്ളിൽ ഉടക്കി നിന്നു. എന്തുതന്നെയായാലും അത് തെളിയിക്കാൻ ഇന്ന് പറ്റില്ല. പറയേണ്ട ആളും ജീവനോടെയില്ല. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒരത്ഭുതമായി തോന്നി ദേവിക്കപ്പോൾ. അന്നത്തെ ആ രാത്രി ആ വീട്ടിൽ പോവുക എന്നത് ദൈവനിശ്ചയമായിരുന്നിരിക്കണം. തകർന്നുപോയ തൻ്റെ ജീവിതം തിരികെ പിടിക്കാൻ താൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നൽകിയ അവസരം. അറിയാതെ മനസ്സിൽ ആനന്ദിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.